യാത്ര തുടങ്ങിയിട്ട് ഇന്ന് 14-ാമത്തെ ദിവസമാണ്. ഇന്ന് നമ്മൾ ബുന്ദറിന്ന് കസോളിലേക്ക് പോകുന്ന വഴിക്കൊരു ഷാർണി എന്നൊരു സ്ഥലമുണ്ട്, അവിടെയാണ് താമസിച്ചിരുന്നത്. അവിടെ നിന്ന് രാവിലെ നമ്മൾ മലാന വില്ലേജ് കാണാൻ വേണ്ടി പോവുകയാണ്. ഇന്ന് ഞായറാഴ്ചയാണ്. രാവിലെ 7 മണിക്ക് നമ്മൾ പുറപ്പെട്ടു. ഷാർണിയിൽ നിന്നും 24 കിലോമീറ്ററാണ് മലാന വില്ലേജിലേക്ക് കാണിക്കുന്നത്. ഷാർണിയിൽ നിന്ന് കസോളിലേക്ക് പോകുന്ന വഴിക്ക് ജാറി എന്നൊരു സ്ഥലമുണ്ട്. അതൊരു കുഞ്ഞു ടൗണാണ്. ആ ടൗൺ കടന്നാൽ ഇടതേക്കൊരു റോഡുണ്ട്. അതിലൂടെ കയറിയാണ് നമ്മൾ മലാന വില്ലേജിലേക്ക് പോകുന്നത്. അപ്പോൾ ജാറി എന്ന ടൗണൊക്കെ കടന്ന് താഴെ ദുംഗര എന്നൊരു കുഞ്ഞു ടൗണുണ്ട്. അവിടെ നമ്മളെത്തി. അവിടെ 8 മണിയായപ്പോൾ നമ്മളെത്തി. അപ്പോൾ അവിടെ ഒരു തട്ടുകടയിൽ കയറി അവിടെ നിന്ന് ബ്രെഡ് ഓംലെറ്റ്, നൂഡിൽസ്, ചായ ഒക്കെ കഴിച്ചു. കാരണം മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാൻ കിട്ടാൻ ചാൻസ് വളരെ കുറവാണ്. കുഞ്ഞു കടയായിരുന്നെങ്കിലും ഫുഡ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ചായയൊക്കെ നല്ല ടേസ്റ്റ് ആയിരുന്നു. ഇന്ന് നമ്മളോടൊപ്പം അനൂപ് ഷാ കൂടെ ഉണ്ട്. അനൂപ് ഷായുടെ കാറിലാണ് നമ്മുടെ യാത്ര. അവൻ്റെ കുട്ടിക്ക് കാലിന് നല്ല സുഖമില്ല. അപ്പം നടക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. ഇടയ്ക്കൊന്ന് വീണതാണ്. അപ്പോൾ അതുകൊണ്ട് അവനെയും കൊണ്ട് ഇത്രയും വലിയൊരു ട്രക്കിങ്ങിന് പോകുന്നത് ബുദ്ധിയെല്ലാം തോന്നിയുകൊണ്ട് നമ്മൾ മൂന്നും കൂടെ അനൂപ് ഷായുടെ കാറിൽ പോകാൻ തീരുമാനിച്ചു. ഇന്നലെ രാത്രി ഇവിടെ മഴ പെയ്തിരുന്നു. അതുകൊണ്ട് രാവിലെ ഇപ്പോൾ നമ്മളൊരു 8-8:15 നല്ല തണുപ്പാണ്, കോടയാണ്. അടിപൊളി കാഴ്ചയാണ്, സൂപ്പറാണ്, നല്ല കോടയാണ്. ഇപ്പോൾ ഈ സമയത്തൊക്കെ കസോളിലേക്ക് ആളുകൾ കൂടുതൽ വരുന്നുണ്ട്. മണാലി, കുളു, കസോളിലേക്ക് കൂടുതൽ ആളുകൾ വരുന്നുണ്ടെങ്കിലും പല ടൂറിസ്റ്റുകളും മലാനയിലേക്ക് അങ്ങനെ പോകാറില്ല. ഗ്രാമങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ നിൽക്കാറില്ല. ഇവിടെ കുറച്ച് പേര് വളരെ യാത്ര ഇഷ്ടപ്പെടുന്ന, ഗ്രാമങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന കുറച്ച് സഞ്ചാരികൾ മാത്രമാണ് ഇങ്ങനെയുള്ള വില്ലേജിലേക്ക് വരുന്നത്. ഇവിടെ മലാന മാത്രമല്ല, രസോൾ, അതുപോലെ തന്നെ ചലാൽ, ഗ്രഹൻ, കൽഗ, പുൽഗ, ഇങ്ങനെയൊക്കെ കുറേ ഗ്രാമങ്ങളുണ്ട്. ഇവിടെ കുറേ ദിവസം താമസിക്കാനും കാണാനും ഒക്കെ ഉണ്ട്. നമ്മുടെ ഈ വടക്കൻ സംസ്ഥാനങ്ങളായ ഈ ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, അതുപോലെ സിക്കിം, ഈ സ്ഥലങ്ങളൊക്കെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് എപ്പോഴും ലാൻഡ് സ്ലൈഡ് ഉണ്ടാവാം. ഒരു 2 ദിവസം തുടർച്ചയായി മഴ പെയ്താൽ മതി, ലാൻഡ് സ്ലൈഡ് ഉണ്ടാവും. പിന്നെ ഉൾഗ്രാമങ്ങളിലും മലയുടെ മുകളിലൊക്കെ ഉള്ള ആളുകൾ ഒറ്റപ്പെട്ടു പോകും. മാത്രമല്ല, പിന്നെ ആ റോഡ് പണിഞ്ഞെടുക്കുക എന്ന് പറയുന്നത് ഒരു ഭഗീരഥ പ്രയത്നമാണ്. മുന്നേ മലാന വില്ലേജ് വരെ, ഗേറ്റ് വരെ വണ്ടി പോകുമായിരുന്നു. അവിടെ നിന്ന് പിന്നെ ഒരു 2-2.5 കിലോമീറ്റർ ട്രക്ക് ചെയ്താൽ മാത്രം മതിയായിരുന്നു
നമ്മുടെ ഗ്രാമത്തിലേക്ക് എത്താൻ. ആ വില്ലേജ് ഗേറ്റ് വരെ നമ്മുടെ വണ്ടി പോകുമായിരുന്നു. പക്ഷേ കുറച്ച് ദിവസം മുന്നേ അവിടെ ലാൻഡ് സ്ലൈഡ് ഉണ്ടായി. 3-4 സ്ഥലത്ത് ലാൻഡ് സ്ലൈഡ് ഉണ്ടായിട്ട് വലിയ ലാൻഡ് സ്ലൈഡായിരുന്നു. മല അപ്പാടെ ഇടിഞ്ഞ് താഴെ പോയി. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കാറ് ഒരു പ്രത്യേക സ്ഥലം വരെ പോവുകയുള്ളൂ. അവിടെ ചെന്നിട്ട് പിന്നെ അവിടെ നിന്ന് മറ്റേ നമ്മുടെ മഹേന്ദ്രയുടെ ഇതുണ്ടല്ലോ, ഓഫ് റോഡ് ജീപ്പ്, അത് വിളിച്ച് വേണം നമുക്ക് പോകാൻ. അതും ഒറ്റ വണ്ടി പോകാൻ പറ്റില്ല. ഒരു വണ്ടിയിൽ കയറി കുറേ ദൂരം പോയി അവിടെ നിർത്തി പിന്നെ കുറച്ച് നേരം നടന്ന് അവിടെ നിന്ന് ഒരു പോയിന്റിലെത്തുമ്പോൾ വേറൊരു വണ്ടി ഉണ്ടാവും. അതിൽ 1-1.5 കിലോമീറ്റർ പോകണം. ഇന്നലെയൊക്കെ നല്ല മഴയായിരുന്നു. ഭാഗ്യത്തിന് ഇന്ന് മഴ ഒരല്പം മാറി നിൽക്കുകയാണ്. അതുപോലെ രാവിലെ വന്നതുകൊണ്ടാണ് ഈ കോടയൊക്കെ കാണാൻ പറ്റിയത്. നമ്മൾ ഷാർണിയിൽ നിന്ന് പുറപ്പെട്ട് ഏകദേശം ഒരു 14 കിലോമീറ്ററോളം വന്നു. നമ്മുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തു. ഇതുവരെ നമ്മുടെ വണ്ടി വരുള്ളൂ. ഇവിടെ നിന്ന് അങ്ങോട്ട് റോഡ് കംപ്ലീറ്റ് ഇടിഞ്ഞു പോയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഏകദേശം ഒരു 5 കിലോമീറ്ററോളം നമ്മുടെ ഓഫ് റോഡിൽ നമ്മുടെ മറ്റേ ജീപ്പിൽ വേണം പോകാനായിട്ട്. അവിടെ ചെന്നിട്ട് ഇറങ്ങണം. ഒരു പോയിന്റിലെത്തി ഇറങ്ങി നടക്കണം. നടന്ന് അടുത്ത വണ്ടി കാത്തിരിക്കുന്ന സ്ഥലം വരെ നടക്കണം. അവിടെ നിന്ന് ഏകദേശം 2 കിലോമീറ്ററോളം വണ്ടിയിൽ പോവും. എന്നിട്ടൊരു പുഴയുടെ വക്കെത്തുമ്പം അവിടെ നിർത്തണം. കാരണം അവിടെയും ലാൻഡ് സ്ലൈഡായി ഇടിഞ്ഞു പോയിരിക്കുകയാണ്. എന്നിട്ട് പുഴ കടന്ന് കുറച്ച് ദൂരം പുഴയിലൂടെ നടന്ന് അക്കരെ എത്തി അവിടെ നിന്ന് പിന്നൊരു വണ്ടി വരും. അതും ഒരു 5 കിലോമീറ്റർ പോകണം. അങ്ങനെയാണ് നമ്മൾ മലാന വില്ലയിലെത്തുന്നത്. അങ്ങനെ 3 തവണ നമ്മൾ 3 വണ്ടിയിലായിട്ടാണ് നമ്മൾ മലാലയിൽ പോകാൻ പോകുന്നത്. ഈ വണ്ടി 2 പോയിന്റിൽ നമ്മൾ പുഴയുടെ കര വരെ നമ്മൾ എത്തിക്കുന്നതിന് 2000 രൂപയാണ്. അങ്ങോട്ട് എത്തിക്കാനും തിരിച്ച് ഇവിടെ നമ്മൾ കാറ് പാർക്ക് ചെയ്ത സ്ഥലത്തെത്താനും. ആ പുഴയുടെ അക്കരയിൽ നിന്ന് അവിടെ നിന്ന് വേറൊരു വണ്ടി വരും മലാന വില്ലേജ് വരെ. അതിന് 2000 വേറെ കൊടുക്കണം. പക്ഷേ ഈ റോഡും കാലാവസ്ഥയും അപകടം പിടിച്ച ഒരു റോഡൊക്കെ ആയതുകൊണ്ട് ഈ പൈസ വലിയ കൂടുതലാണെന്ന് നമുക്ക് പറയാനേ പറ്റത്തില്ല. കാരണം ആ റോഡ് അങ്ങനത്തെ അത്ര ഉയരത്തിലും അപകടം പിടിച്ച റോഡാണ്. ഓക്കെ, നമ്മൾ ആദ്യം ആ വണ്ടി കയറി ഏകദേശം ഒരു 5 കിലോമീറ്ററോളം നമ്മളിങ്ങനെ വന്നു. ഇനി വണ്ടി മുന്നോട്ട് പോകത്തില്ല. കാരണം ഇവിടെ റോഡ് ഇടിഞ്ഞു പോയി. അവിടെ പണിയൊക്കെ നടക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ ഇറങ്ങി നമ്മൾ നടക്കുകയാണ്. കുത്തനെയുള്ള കയറ്റമാണ്. ഇനി ഇവിടെ നിന്ന് കുറച്ച് ദൂരം ഒരു 200-300 മീറ്റർ നടന്ന് എത്തുമ്പോഴേക്കും മറ്റൊരു വണ്ടി നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്താൽ അവിടെ ഈ വണ്ടിയിൽ കയറി. ഈ കക്ഷി തന്നെയാണ് പങ്കജ് താക്കൂർ എന്നാണ് ഈ ഡ്രൈവറുടെ പേര്. നല്ല എക്സ്പെർട്ട് ഡ്രൈവറാണ്. ഈ മലയുടെ മുകളിൽ സ്ഥിരമായി വണ്ടി ഓടിച്ച് പുള്ളി എക്സ്പെർട്ടായി. ഇവിടെ തിരിക്കാൻ സ്ഥലമൊന്നുമില്ല. ചെറിയ ഇടത്തിൽ ഇങ്ങനെ തിരികെ ഒന്നല്പം പാളിയാൽ താഴെ പുഴയിലേക്ക് പോകും. അതും ഒരു 200 അടി താഴ്ചയിലാണ് ഈ താഴെ പുഴയെന്ന് പറഞ്ഞാൽ പൊടി പോലും ഉണ്ടാവത്തില്ല. ആ റോഡിൻ്റെ സൈഡിൽ 1-2 കല്ലുകളുണ്ട്. അത് റിവേഴ്സ് എടുക്കുമ്പോൾ അതാണ് ഒരു അടയാളം. അതിൽ തട്ടി നിൽക്കും, അല്ലെങ്കിൽ താഴേക്ക് പോവും.
ഇവിടെ നിന്ന് ഇനി ഒരു 2 കിലോമീറ്ററോളം നമ്മൾ ഈ സെക്കൻഡ് സ്റ്റെപ്പാണിത്. ഇവിടെ നിന്ന് 2 കിലോമീറ്ററോളം ഈ റോഡിൽ മുന്നോട്ട് പോകും. എന്നിട്ട് ഒരു പുഴയുടെ കരയിൽ വണ്ടി നിർത്തും. എന്നിട്ട് പുഴ കടന്ന് നമ്മൾ കുറച്ച് അക്കരെ നടന്നെത്തണം. അവിടെ നിന്ന് മറ്റൊരു വണ്ടി. പുഴയുടെ കരയിൽ വണ്ടി നിർത്തി നമ്മൾ ഇറങ്ങി നടക്കുകയാണ്. പുഴയിൽ നല്ല ഒഴുക്കുണ്ട്. ഒരു മരപ്പാലമുണ്ട്. പങ്കജ് ഭായിയുടെ നമ്മളെ കൂടെ വരികയാണ്. കാരണം നമ്മൾ ഒറ്റയ്ക്ക് പോയാൽ വഴിതെറ്റാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പങ്കജ് ഭായ് നമ്മുടെ കൂടെ വരികയാണ്. അക്കരെ നമുക്ക് വേണ്ടി ഒരു വണ്ടി കാത്തു കിടക്കുന്നുണ്ടാവും. അങ്ങനെ പുഴയുടെ അക്കരെ എത്തി. അങ്ങനെ കുറച്ചു നേരം കാത്തു നിന്നപ്പോൾ മറ്റൊരു വണ്ടി വന്നു. അതൊരു ജിപ്സിയാണ്. അതും 4x4 മാരുതി ജിപ്സിയാണ്. അത് നമ്മൾ മലാനയുടെ ടോപ്പിലേക്ക് പോവുകയാണ്. മലാന ഗ്രാമത്തിൻ്റെ ആ എൻട്രി പോയിന്റ് കടന്നാൽ മുന്നോട്ട് ആ റോഡ് പോയി കഴിഞ്ഞാൽ വൈച്ചൻ എന്നൊരു ഗ്രാമം കൂടെ ഉണ്ട്. ആ വണ്ടിയിലിരുന്ന ആ മലാനക്കാരനായൊരു അപ്പൂപ്പൻ വൈച്ചൻ പോകുന്നുണ്ടോ എന്ന് ചോദിച്ചു. പക്ഷെ നമുക്കത് മനസ്സിലായില്ല. പിന്നെയാണ് മനസ്സിലായത് അതിൻ്റെ മുകളിൽ മറ്റൊരു ഗ്രാമമുണ്ട്, വൈച്ചൻ എന്നാണ്. അവിടെ യാത്രക്കാർക്ക് ധാരാളം പോകുന്നുണ്ട് കേട്ടോ.
പോകുന്ന വഴിക്ക് ഇതാ ഈ ചെറുപ്പക്കാരൻ കൂടെ നമ്മുടെ വണ്ടിയിലേക്ക് കയറി. അയാൾ മലാനയിലേക്ക് പോവുകയാണ്. അയാളുടെ ഫ്രണ്ട് ആ മലാന ഗ്രാമത്തിലുണ്ട്. അവൻ ഒരു വാർത്ത പറഞ്ഞു, ഇന്നലെ രാത്രി ഈ പുഴയിൽ 2 പേര് വീണ് മരിച്ചു അത്രേ. എന്തോ മദ്യപിച്ചിട്ടൊക്കെയാണെന്ന് തോന്നുന്നു, പുഴയിൽ വീണു, ഒഴുകിപ്പോയി മരിച്ചു എന്നാണ് പറഞ്ഞത്. അങ്ങനെ നമ്മൾ മലാന ഗേറ്റ് എത്തി. അവിടെ നിന്ന് ഇനി താഴേക്ക് നടക്കണം. ഒരു 2.5 കിലോമീറ്റർ ഉണ്ട്. പക്ഷേ കുറച്ച് സമയം എടുക്കും. കുത്തനെയുള്ള കയറ്റമാണ്. ആ കാണുന്നതാണ് മലാന ഗ്രാമം. അവിടേക്കാണ് നമുക്ക് പോവേണ്ടത്. മലാനയെ പറ്റി പറയുകയാണെങ്കിൽ പറയപ്പെടുന്നത്, നമ്മൾ ഗൂഗിളൊക്കെ സെർച്ച് ചെയ്താൽ നമുക്ക് മനസ്സിലാവും, വൺ ഓഫ് ദി ഓൾഡസ്റ്റ് ഡെമോക്രസീസ് ഇൻ ദ വേൾഡ് എന്നാണ്. ലോകത്തിൽ തന്നെ ആദ്യത്തെ ജനാധിപത്യ സമൂഹത്തിലൊന്നാണ് മലാനയിലെ ആളുകൾ. ഇപ്പോൾ ഏകദേശം 500ഓളം പേരാണ് അവിടെ താമസിക്കുന്നത്. പൊതുവേ ഒറ്റപ്പെട്ട് കഴിയുന്ന ഒരു ജനസമൂഹമാണ് ഈ മലാന ഗ്രാമവാസികൾ. ഈ പറയപ്പെടുന്നത് BC-യിൽ അലക്സാണ്ടർ ഇന്ത്യയിൽ വന്നിട്ട് ആക്രമിച്ചിട്ടൊക്കെ തിരിച്ചുപോയി. പക്ഷേ അദ്ദേഹത്തിൻ്റെ പട്ടാളത്തിലെ കുറച്ച് പട്ടാളക്കാർക്ക് മുറിവേറ്റത് കാരണം അവർക്ക് അദ്ദേഹത്തോടൊപ്പം തിരിച്ചു പോകാൻ പറ്റിയില്ല. അവർ ഇവിടെ പെട്ടുപോയി. അവരുടെ പിൻതലമുറക്കാരാണ് മലാന ഗ്രാമവാസികളെന്നാണ് വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയുടെ നമ്മുടെ നീതിന്യായ വ്യവസ്ഥയിലൊന്നും അവർ പെടില്ല. അതായത് അതൊന്നും അവർക്ക് ബാധകമല്ല. അതുപോലെ ഇവർ നമ്മളെ തൊടൂല, നമ്മളവരെ തൊടാൻ, അവരെയോ അവരുടെ വീട് ചുവര് ഒന്നും തൊടാനൊന്നും അനുവദിക്കത്തില്ല. കാരണം അവരുടെയൊക്കെ ഉള്ളിൽ ദൈവം കുടികൊള്ളുന്നു എന്നാണ് അവരുടെ വിശ്വാസം. ഈ പോകുന്നത് മലാന ഗ്രാമവാസികളാണ്. ഫോട്ടോയും വീഡിയോ ഒക്കെ സ്ട്രിക്ട്ലി പ്രൊഹിബിറ്റഡ് ആണ് എന്നൊക്കെ പറയുമെങ്കിലും ഇപ്പോൾ പ്രശ്നമൊന്നുമില്ല. ഫോട്ടോ ഒക്കെ എടുക്കാൻ അവർ സമ്മതിക്കുന്നുണ്ട്, പ്രശ്നമൊന്നുമില്ല. നല്ല കുത്തനെയുള്ള കയറ്റമാണ്. പടികളൊക്കെ ഒരുപാട് കയറി വേണം മുകളിലേക്ക് പോകാൻ. നല്ല കഠിനമായ ഒരു സംഗതിയാണിത്. അതുപോലെ ഇവിടെ വേറൊരു കാര്യം, ഹാഷിഷും കഞ്ചാവൊക്കെ ഇവിടെ വളർത്തുന്നുണ്ട് കേട്ടോ. ചിലരൊക്കെ ഇവിടെ വരുന്നുണ്ട്. ഇതൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയും വരുന്നുണ്ട്. മയക്കുമരുന്നിനും കൂടെ ഫേമസ് ആണ് ഈ ഗ്രാമം. നമ്മൾ ചെന്നപ്പോൾ അവിടുത്തെ പ്രായമായ കുറേ അപ്പൂപ്പന്മാർ നമ്മളോട് ചോദിച്ചു. അതിനവർ മലാന ക്രീം എന്നാണ് വിളിക്കുന്നത്. പുറത്തുനിന്നുള്ള സഞ്ചാരികൾ ആരെങ്കിലും വന്നാൽ ഇങ്ങനെയുള്ള പ്രായമുള്ള അപ്പൂപ്പന്മാർ മാത്രമല്ല, ചെറുപ്പക്കാരും ചോദിക്കും, ക്രീം വേണോ, മലാന ക്രീം വേണോ എന്ന് ചോദിക്കും. നടന്ന് അങ്ങനെ നമ്മൾ മലാന ഗ്രാമത്തിലെത്തി. ഇതാണ് മലാന ഗ്രാമ കാഴ്ചകൾ. ഇതൊക്കെ 3-4 നിലയൊക്കെ ഉള്ള കോൺക്രീറ്റ് കെട്ടിടങ്ങളൊക്കെ ഉണ്ട്. ഉള്ളിലേക്ക് കുറച്ചുകൂടെ ഗ്രാമക്കാഴ്ചകൾ കാണാം. പഴയ നമ്മുടെ പാരമ്പര്യ രീതിയിലുള്ള കെട്ടിടങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. ഈ മരവും കല്ലും കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്.
ശരിക്കും അങ്ങോട്ട് കയറാൻ നമ്മൾ 3 മണിക്കൂർ എടുത്തു. തിരിച്ചിറങ്ങാൻ പക്ഷേ 1 മണിക്കൂർ 10 മിനിറ്റ് എടുത്തോളൂ. എന്തായാലും തിരിച്ചിറങ്ങി മലാന ഗ്രാമം കണ്ട് ഇറങ്ങി നമ്മളൊരു അവിടെ കണ്ട കടയിൽ ഗേറ്റ് ഭാഗത്ത് മലാന ഗേറ്റ് ഭാഗത്ത് ഒരു കടയിൽ കയറി വെജിറ്റബിൾ ബിരിയാണി കഴിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ നമ്മളെ വണ്ടി വന്നു. നമ്മളെ കൊണ്ടുവന്ന ജിപ്സി തന്നെയാണ് നമ്മളെ തിരിച്ചു കൊണ്ടുപോകുന്നത്. വേറൊരു കാഴ്ച നമ്മൾ കണ്ടത് ഇവിടേക്കുള്ള ഈ മലാനയിലേക്കും വൈച്ചനിലേക്കും ഗ്രാമങ്ങളിലേക്കുള്ള സാധനങ്ങളൊക്കെ റോഡിടിഞ്ഞു പോയത് മൂലം പലയിടത്തും തലച്ചുമടായിട്ടാണ് എത്തിക്കുന്നത്. അത് വളരെ ശ്രമകരമായൊരു പരിപാടിയാണ്. അതുപോലെ 50 കിലോ 60 കിലോ വെയിറ്റാണ് ഇവിടുത്തെ ആളുകൾ, ആണുങ്ങളും പെണ്ണുങ്ങളും പുറത്ത് തോളിൽ ഇങ്ങനെ കൊണ്ടുപോകുന്നത്. നടക്കാൻ തന്നെ വളരെ ബുദ്ധിമുട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ അതിനിടയിലാണ് ഈ തലച്ചുമടും കൂടെ കൊണ്ട് ഇങ്ങനെ പോകുന്നത്. 2 സ്ഥലത്ത് ഈ ആളുകൾക്ക് ഇത് ഒരു വണ്ടിയിൽ നിന്ന് ഇറക്കി മറ്റൊരു വണ്ടിയിലേക്ക് നടന്ന് കയറ്റേണ്ടി വരും. അതുപോലെ നമ്മൾ തിരിച്ചു വരുന്ന വഴിക്ക് വേറൊരു പണി കിട്ടി. അങ്ങോട്ട് പോയ വഴിയിലൂടെയല്ല നമ്മളിപ്പോൾ തിരിച്ചു വരുന്നത്. അങ്ങോട്ട് പോയ വഴി വീണ്ടും ഇടിഞ്ഞായിരുന്നു. അതുകൊണ്ട് വേറൊരു വഴി, കുറച്ചുകൂടെ നീണ്ട ദുർഘടമായ വേറൊരു വഴിയിലൂടെയാണ് നമ്മളിപ്പോൾ ഇറങ്ങി വരുന്നത്.